ഗുഡ് മോർണിംഗ്. നമ്മൾ മാത്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാത്സ് നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് എടുക്കുകയാണ്. പ്രോബബിലിറ്റി അല്ലെങ്കിൽ എന്ത് പറയും, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയും. ഈ പ്രോബബിലിറ്റി തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? 5 black and 5 white beads in a box, 6 black and 4 white beads in another box. One has to choose a box and pick a bead. If it is black, he wins. Which box is better choice? Which box is better choice എന്നാണ് പറഞ്ഞത്. എന്താണ്? 2 ബോക്സ് ഉണ്ട്. ഓക്കെ, 2 ബോക്സിൽ, ഒരു ബോക്സിൽ 6 ബ്ലാക്ക് വൈറ്റും ബ്ലാക്ക് ബീഡ്സ് മുത്തുകളും 5 വെള്ളമുത്തുകളും ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 5 കറുപ്പ് മുത്തുകളും 4 വെള്ളമുത്തുകളാണ് ഉള്ളത്. ഇത് എങ്ങനെ കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 എണ്ണത്തിന് ഏതൊരു ബാഗിൽ നിന്ന് അയാൾ നമ്മളൊരു ബീഡ് എടുക്കണം. ഓക്കെ, ആ ബീഡ് എടുത്ത് കഴിയുമ്പോൾ അത് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു, വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തോറ്റു. ഓക്കെ, അപ്പം അങ്ങനെ ഒരാൾ ബീഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബോക്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ജയിക്കാൻ എളുപ്പം എന്നാണ് ചോദ്യം. ഏത് ബോക്സ് ചൂസ് ചെയ്യുമ്പോഴായിരിക്കും ജയിക്കാൻ എളുപ്പം? ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് ബോക്സിൽ മൊത്തം ടോട്ടൽ 6 ബ്ലാക്കും 5 വൈറ്റും അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര ബീഡ്സ് ഉണ്ട് അവിടെ? 11 ബീഡ്സ് ഉണ്ട് അല്ലേ. മൊത്തം 11 ബീഡ്സ് ഉണ്ട് ആ ഫസ്റ്റ് ബോക്സിൽ. കാരണം എന്താ? ഫസ്റ്റ് ബോക്സിൽ ഇത് 6 ബ്ലാക്കും 5 വൈറ്റും ആണുള്ളത് അല്ലേ. 6 ബ്ലാക്കും 5 വൈറ്റും മൊത്തം എന്താണ്? 11 ബീഡ്സ് ആണ് മൊത്തം ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് 6 ബ്ലാക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ മൊത്തം 11 ബീഡ്സ്, അതിൽ നിന്ന് നമുക്ക് 6 ബ്ലാക്ക് വേണം. അപ്പോൾ 6 ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ചാൻസ് എത്രയാണ്? ഈ ബോക്സിൽ നിന്ന് നമ്മളൊരു ബീഡ് എടുത്തു കഴിഞ്ഞാൽ അത് കറുപ്പനാവാനുള്ള ചാൻസ് എത്രയാണ്? മൊത്തം 11 നിന്ന് 6 എണ്ണം ആണ് ബ്ലാക്ക് ഉള്ളത്. അപ്പോൾ എങ്ങനെ പ്രോബബിലിറ്റി ചെയ്താൽ 6/11. ഓക്കെ, ഏതാണോ ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി ഡിവൈഡ് അല്ല, എത്രയാണോ ബ്ലാക്കിന്റെ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, അങ്ങനെയാണ് പ്രോബബിലിറ്റി ചെയ്തത്. ബ്ലാക്ക് ബീഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 6/11 ആണ്. വൈറ്റ് ബീഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 5/11. അപ്പോൾ ഏതാണോ കണ്ടുപിടിക്കാനുള്ള അതിന്റെ നമ്പർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി കിട്ടും. 6/11 ആണ് ഈ ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഈ നമുക്ക് മുത്തുകൾ കിട്ടാനുള്ള, കറുപ്പ് മുത്ത് കിട്ടാനുള്ള ചാൻസ്. ഈ സെക്കൻഡ് ബോക്സിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് എന്താണ്? സെക്കൻഡ് ബോക്സിൽ എന്താ കൊടുത്തിട്ടുള്ളത്? സെക്കൻഡ് ബോക്സിൽ 5 ബ്ലാക്കും 4 വൈറ്റും അല്ലേ. 5 ബ്ലാക്കും 4 വൈറ്റും. അപ്പൊ സെക്കൻഡ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇവിടെ മൊത്തം എത്രയാണ്? 5+4 9 ആണ് അല്ലേ. ബ്ലാക്ക് കിട്ടണമെങ്കിൽ 5/9 അല്ലേ. ഇവിടെ ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് 5/9. ഇവിടെ ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് 6/11. ഓക്കെ, ഇനി ഇവിടെ വൈറ്റ് കിട്ടാനുള്ള ചാൻസോ 4/9 വരും. അത് കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദ്യം എന്താണ്? ഏത് ബോക്സ് ചൂസ് ചെയ്താലാണ് ജയിക്കാൻ എളുപ്പം എന്നാണ് ചോദ്യം അല്ലേ. ഫസ്റ്റ് ബോക്സ് ചൂസ് ചെയ്താലാണോ സെക്കൻഡ് ബോക്സ് ചൂസ് ചെയ്താലാണോ ജയിക്കാൻ എളുപ്പം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 2 ഇത് കിട്ടി അല്ലേ. ഫസ്റ്റ് ബോക്സിന്റെ പ്രോബബിലിറ്റി എന്ന് 6/11 ആണ്. സെക്കൻഡ് ബോക്സിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 5/9 ആണ്. അപ്പോൾ ഏതാ ലാർജ്? 6/11 ആണോ 5/9 ആണോ ലാർജ്? 5/9 ആണ് ലാർജ്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ബോക്സ് ചൂസ് ചെയ്താലാണ് ജയിക്കാൻ എളുപ്പമാവുക. കാരണം എന്താ? ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ സെക്കൻഡ് ബോക്സിലാണ്. ഓക്കെ, ഇവിടെ കൂടുതൽ എണ്ണമുണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോക്സിന് 6/11, സെക്കൻഡ് ബോക്സിന് 5/9. അപ്പോൾ എന്താണ്? 5/9 ആണ് പ്രോബബിലിറ്റി കൂടുതലുള്ളത് അല്ലേ. ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. ഇവിടെ 6 ആണ്. 6 എണ്ണം ടോട്ടൽ 11 ആണ്. 11ൽ നിന്ന് 6 എണ്ണം ബ്ലാക്ക്, ബാക്കി 5 എണ്ണമാണ്. 5 ആണ് വൈറ്റ് വന്നത് അല്ലേ. ഡിഫറൻസ് 5 ആണ് വന്നത്. ഇവിടെ 9ൽ 4 എണ്ണമാണ് ബ്ലാക്ക് അല്ലേ. 9ൽ 5 എണ്ണം ബ്ലാക്ക് ആണ്. അപ്പോൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ 4 എണ്ണം തന്നെ ബാക്കി വരുള്ളൂ. ഓക്കെ, അപ്പോൾ കുറവ് ഏതിലാണ്? ബ്ലാക്ക് ബോൾസ് കൂടുതൽ ചാൻസ് സെക്കൻഡ് ബോക്സ് ചൂസ് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് വലിയത് കിട്ടും. ഓക്കെ, ഇതാണ് വലിയത്. ഞാൻ ഡിവൈഡ് ചെയ്ത് ഞാൻ ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നില്ല.
അപ്പോൾ നമ്മുടെ ഏത് ബോക്സ് ചൂസ് ചെയ്യാൻ എളുപ്പം? സെക്കൻഡ് ബോക്സ് ചൂസ് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ അതിൻ്റെ തന്നെ വേരിയസ് പ്രോപ്പർട്ടീസ് ആണ് ബോക്സിൽ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ബോക്സിൽ നിന്നുണ്ട് നമ്പർ 5, ബ്ലാക്ക് 5, വൈറ്റ് 5. അങ്ങനെയല്ല ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പ്രോബിലിറ്റീസ് ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബീഡ്? ഓക്കെ, വൈറ്റ് ബീഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? നമ്മൾ കണ്ടു, ഇത് 5/11 ആണ്. ഇത് ബ്ലാക്ക് ബീഡിന്റെ കാര്യമാണ് പറഞ്ഞത്. വൈറ്റ് ബീഡ് കിട്ടാനുള്ള കാര്യം എന്താണ്? ഇത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബീഡ്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബീഡ്. ഇനി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബീഡ് എത്രയാണ്? വൈറ്റ് ബീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/11. ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബീഡ് എത്രയാണ്? 4/11 അല്ലേ? ഇങ്ങനെയാണ് വന്നത് അല്ലേ? 4/11 അല്ല, സോറി, ഇവിടെ 5 + 4 4/9 ആണ് കേട്ടോ. 4/9 അതാണ് നിങ്ങൾക്ക് ആ ബോക്സിൽ തന്നിട്ടുള്ളത്. ഓക്കെ, വേരിയസ് പ്രോബിലിറ്റീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ 3/2 6 കിട്ടാനുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ബോർഡ് ഞാൻ ടേബിൾ കാണിച്ചില്ല. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് look at the other problem. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം വന്നത്. ഞാൻ അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് numbers from 1 to 25 are written on paper slips and put in a box. One slip is taken from it. What is the probability of that it is an even number? എന്താണ്? നിങ്ങൾ 1 മുതൽ 25 വരെ എഴുതിയ സ്ലിപ്പിൽ ചെയ്ത പേപ്പർ സ്ലിപ്പിൽ ചെയ്ത അത് നിങ്ങളൊരു ബോക്സിലിടാം. അല്ലേ? ആ ബോക്സിൽ നിന്ന് നിങ്ങൾ ഒരു ലോട്ട് എടുക്കുക. ആ ലോട്ട് എടുക്കുമ്പോൾ അത് ഈവൻ നമ്പർ ആയിരിക്കാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദ്യം. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനെന്താണ് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറയാം. ഔട്ട്കംസ് എന്ന് പറയാൻ വരാൻ സാധ്യതയുള്ള റിസൾട്ട്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പോസിബിൾ ഔട്ട്കംസ് ഇതൊക്കെയാണ്. പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇത് വരാൻ സാധ്യതയുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പറിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഔട്ട്കംസ് ആയിട്ട് വരാം അല്ലേ? നമ്മൾ ആ പേപ്പറിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ബോക്സിലെടുത്ത് എത്രയുള്ള നമ്പറാണ്? 1 മുതൽ 25 വരെയുള്ള നമ്പർ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. ഇപ്പോൾ ചെറിയ സംഖ്യയ്ക്കാണെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. 1ന്റെ 100ന്റെ ഇടയ്ക്ക് എന്നൊക്കെ പറയുന്നത് ഇത് പറ്റില്ല അല്ലേ? ഇപ്പോൾ വേറെ മെത്തേഡ് ഉണ്ട്. ഇത് 25 വരെയുള്ളൂ. അപ്പം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഫുൾ ഔട്ട്കംസ് എഴുതി. ഓക്കെ, നമ്മൾ ആ ബോക്സിൽ നിന്ന് ഒരു പേപ്പർ ഇടുമ്പോൾ ഇത് എന്താ ഒന്നെങ്കിൽ 1ന്റെ 25ന്റെ ഇടയ്ക്കുള്ള നമ്പറല്ലേ കിട്ടുള്ളൂ. നമ്മൾ കാരണം നമ്മൾ ആ ബോക്സിൽ 1 തുടങ്ങി 25 വരെയുള്ള നമ്പേഴ്സ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്ലിപ്പ് എടുക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള നമ്പറുകൾ പറഞ്ഞാൽ 1 ചിലപ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം, 25 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും നമുക്ക് നമ്മൾ ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടാം. ഓക്കെ, നമ്മളോട് ചോദ്യം നമ്മൾ അങ്ങനെ ഒരു നമ്പർ എടുത്തു. ആ നമ്പർ എടുത്തു കഴിയുമ്പോൾ ആ നമ്പർ ഈവൻ നമ്പർ ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഈവൻ നമ്പറുകളെ പിക്ക് ചെയ്യണം. ഈവൻ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഇരട്ട സംഖ്യകൾ. ഓക്കെ, അപ്പോൾ നമ്മളൊരു നമ്പർ എടുത്തു. അപ്പോൾ നമ്മൾ കിട്ടിയ നമ്പർ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇരട്ട സംഖ്യയാണ്. പക്ഷെ നമുക്ക് കിട്ടിയ നമ്പർ 3 ആണെന്നുണ്ടെങ്കിലോ ഇതൊരു ഓഡ് നമ്പറായിട്ട് മാറും അല്ലേ? അപ്പോൾ ഈ നമ്പർ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ നമ്മളൊരു നമ്പറിനെ റാൻഡായിട്ട് പിക്ക് ചെയ്യുമ്പോൾ അത് ഈവൻ നമ്പർ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ള എന്നൊരു സാധ്യതയുണ്ട് അല്ലേ? ഈവൻ നമ്പർ വരാനായിട്ടൊരു സാധ്യതയുണ്ട്, ഓഡ് നമ്പർ വരാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഈവൻ നമ്പർ നോക്കാം. ഈവൻ നമ്പർ നോക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഈ സെറ്റിൽ എത്ര നമ്പേഴ്സ് ഈവൻ ആണ് കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് ഈ സെറ്റിൽ? ഇരട്ട സംഖ്യകളുണ്ട്. ഇതൊരു ഈവൻ നമ്പറാണ്, 2 ഒരു ഈവൻ നമ്പറാണ് അല്ലേ? 2 4 6 8 9 ഈവൻ നമ്പറല്ല, 10 12 14 16 18 20 22 24 ഇത്രയാണ് നമുക്ക് ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈവൻ നമ്പേഴ്സിനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പി ഇട്ടിട്ട് ബ്രാക്കറ്റിൽ ഇട്ട് ഞാൻ അർത്ഥം പ്രോബിലിറ്റി ഓഫ് കേട്ടോ.
പി ഇട്ടിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഈവൻ നമ്പർ, പി ഇട്ടിട്ട് ബ്രാക്കറ്റിൽ ഈവൻ നമ്പർ നൽകി. ഓക്കെ, എന്നിട്ട് എന്താണ് ഈവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ പി ഇട്ടിട്ട് ബ്രാക്കറ്റിൽ ഈവൻ നമ്പർ നേടി കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പർ എന്നാണ് നമ്മൾ വായിക്കുക. ഓക്കെ, പി ന്റെ ഉദ്ദേശം പ്രോബിലിറ്റി, ബ്രാക്കറ്റിലുള്ളത് എന്തിന്റെ ആണോ പ്രോബിലിറ്റി അതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ഈവൻ നമ്പർ എത്രയാണ്? അപ്പോൾ നിങ്ങൾ ഈവൻ നമ്പർ എത്ര ആണെന്ന് കൗണ്ട് ചെയ്യണം, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ, അപ്പോൾ എത്ര ഈവൻ നമ്പർ ഒന്ന് കൗണ്ട് ചെയ്തേ? 1 2 3 4 5 6 7 8 9 10 11 12 12 ഈവൻ നമ്പേഴ്സ് ആണ് ഉള്ളത് അല്ലേ? 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ 12 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത എന്താണ്? 12 ഡിവൈഡഡ് ബൈ മൊത്തം എത്ര നമ്പർ ഉണ്ട്? മൊത്തം 25 നമ്പർ അല്ലല്ലോ. 12 ഡിവൈഡ് ബൈ 25 ആണ് എന്ത് ഈവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം എത്ര ഈവൻ നമ്പർ ഉണ്ട് നോക്കുക, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പൊ നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെയായിരുന്നു ചോദ്യം നോക്കിയാൽ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ? ഓക്കെ, ഓഡ് നമ്പർ കിട്ടാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ. ഓക്കെ, ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ എത്ര ഉണ്ടെന്ന് നോക്കിയേ. ഈ ഈവൻ നമ്പറിലല്ലാത്ത ഓഡ് നമ്പർ അല്ലേ? 1 ഒരു ഓഡ് നമ്പർ ആണ്. 3 5 7 9 11 13 15 17 19 21 23 25 ഒക്കെ ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യകളാണ് അല്ലേ? ഒറ്റ സംഖ്യകൾ എന്താണ്? ഈ 1 3 5 7 അവസാനിക്കുന്ന സംഖ്യകൾ നമുക്ക് അറിയില്ല, ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകണം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13. ഓക്കെ, അപ്പോൾ ഈ സെറ്റിൽ 13 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എത്രയാണ്? 13/25. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പറിൽ എത്ര ഉണ്ടെന്ന് എണ്ണ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്യും. ഓക്കെ, ഇവിടെ 13/25. ഓക്കെ, ഓഡ് നമ്പർ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 13/25 ആണ്. ഈവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 12/25. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ പോസിബിൾ ഔട്ട്കംസ് എഴുതാൻ പറ്റുമോ നോക്കാം അല്ലേ? അപ്പോൾ ഇതിങ്ങനെ എഴുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലാണ്ട് നിങ്ങളിങ്ങനെ മനസ്സിലാലോചിക്കുന്ന എവിടെയും തെറ്റാൻ വഴിയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് വലിയ നമ്പറുകളൊക്കെയാണ് നമുക്ക് പറ്റില്ല, വേറെ മെത്തേഡൊക്കെ യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു 25 ഒക്കെ വരാനുള്ള നമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്കംസ് ആയിട്ട് എഴുതാം. ഔട്ട്കംസ് ആയിട്ട് എഴുതിയിട്ട് എന്ത് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പറൊക്കെ മാർക്ക് ചെയ്ത് അത് കൗണ്ട് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്യുക. ഇനി ഓഡ് നമ്പർ ആണ് കണ്ടുപിടിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഓഡ് നമ്പേഴ്സ് മാത്രം കൗണ്ട് ചെയ്യുക, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഓഡ് നമ്പറിന്റെ പ്രോബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കില്ല വരിക, ചിലപ്പോൾ വരുന്നത് ഇങ്ങനെയായിരിക്കും. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 6 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3? ഈ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ നിന്ന് ഒരു 3ന്റെ ഗുണിതം കിട്ടാൻ സാധ്യത എത്രയെന്ന് ചോദിക്കും. 3ന്റെ ടേബിൾ ഉണ്ടല്ലോ, 3 6 9 12 15 18 അല്ലേ 21. അപ്പം നമ്മൾ ആ 3യുടെ മൾട്ടിപ്പിൾസ് ഒക്കെ എണ്ണിയിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്യുക. ഓക്കെ, ഈ 6ന്റെ മൾട്ടിപ്പിൾസ് ചോദിക്കുകയാണെന്നുണ്ടാവും 6ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ എണ്ണിയിട്ട് ഡിവൈഡ് ബൈ 25. 5ന്റെ മൾട്ടിപ്പിൾസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾസ് ആയ 5 10 15 20 25 എണ്ണിയിട്ട് നിങ്ങൾ അത് ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക ടോട്ടൽ നമ്പർ ചെയ്യുക. 5ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 5 5 അല്ലേ? 5 10 15 20 25. 5/25 ആയിരിക്കും, 1/5 ആയിരിക്കും എന്ത് 5ന്റെ മൾട്ടിപ്പിൾസിന്റെ പ്രോബിലിറ്റി. 5ന്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബിലിറ്റി അത് 1/5 ആണ്. എപ്പോഴും നിങ്ങൾക്ക് ഫ്രാക്ഷൻ ഇങ്ങനൊരു പ്രോബിലിറ്റി കിട്ടുമ്പോൾ ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. അവിടെ നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല, 12/25 ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ 5/25 ആണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും? ഇത് 1/5 എന്നാക്കാൻ പറ്റും അല്ലേ? 5ഉം 25ഉം ഒരു ടേബിളുള്ള സംഖ്യയാണ്, അപ്പോൾ 1/5 എന്നാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നിങ്ങൾ ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്കാണ് ആക്കേണ്ടത്. പക്ഷേ ഇവിടെ 12/25 13/25 നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റില്ല അല്ലേ? വെട്ടി പോകില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. അങ്ങനെ വെട്ടി പോകാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ എഴുതും കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കുറേ പ്രോബ്ലം കാണാം. ഫസ്റ്റ് എക്സസൈസിന്റെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവാണ്. എ ബോക്സ് കണ്ടെയ്ൻസ് 6 black and 4 white balls. If a ball is taken from it, what is the probability of being a black and what is the probability of being a white? ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബീഡ്സും 4 വൈറ്റ് ബീഡ്സും ഉണ്ട്. നമ്മൾ റാൻഡായിട്ട് നമ്മൾ കണ്ണടച്ചൊരു ബോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
എന്താ അത് നമുക്ക് കറുപ്പ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്, വെള്ള ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ എന്താണ് സംഭവം, എത്ര നമ്പേഴ്സുകളാണ് തന്നിട്ടുള്ളത് ഇത്. ഓക്കെ, നമുക്ക് ഔട്ട്കംസ് എഴുതാം അല്ലേ, പോസിബിൾ ഔട്ട്കംസ്. ഔട്ട്കംസ് പറയുന്നത് അത് രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ, കാരണം വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലേ. ഇവിടെ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് എന്നൊരു ബോൾ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോൾ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ. ഓക്കെ, ഈ സ്റ്റെപ്പ് ഇപ്പം ഇങ്ങനത്തെ സ്റ്റെപ്പ് ഓൾറെഡി സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നമ്പറൊക്കെ ആകുമ്പോഴാണെന്നുണ്ടെങ്കിൽ കൂടുതലും എളുപ്പം ഈ ഔട്ട്കംസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് എത്ര ബോൾസ് വീഴുന്നത്, 6 ബ്ലാക്ക് ബോൾസും 6 ബ്ലാക്ക് ബോൾസ് ആൻഡ് എന്താണ് 4 വൈറ്റ് ബോൾസ് അല്ലേ. ടോട്ടൽ ബോൾസ് എത്രയാണ്? അപ്പം ടോട്ടൽ ബോൾ എന്ന് പറയുന്നത് 6 + 4 10 അല്ലേ. ആ ബാഗിൽ 6 കറുപ്പ് ബോളുകളുണ്ട്, 4 വെള്ള ബോളുകളുണ്ട്. ഓക്കെ, വെള്ള ബോളുകളുണ്ട്. അതിന്റെ മൊത്തം ബോളിന്റെ എണ്ണമാണ് നമ്മൾ എഴുതുന്നത് 10. ഇനി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ, ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? എന്താണ്, എത്ര ബ്ലാക്ക് ഉണ്ടോ അത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ. എത്ര ബ്ലാക്ക് ബോൾ ഉണ്ടോ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ. എത്ര ബ്ലാക്ക് ബോൾ ഉണ്ട്? 6 ബ്ലാക്ക് ബോൾ ഉണ്ട്. ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 10 ബോൾസ് ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് 6/10 ആണ്. എളുപ്പമുള്ള ചാപ്റ്റർ ആണിത്. ജസ്റ്റ് എന്താണ് ഇങ്ങനെ ഫ്രാക്ഷൻ ഉണ്ടാക്കി എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. വേറെ ഇക്വേഷൻസോ വേറെ ഒരു കാര്യം പഠിക്കുന്നത്, ജസ്റ്റ് ലോജിക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് 6/10 ആണ്. ഓക്കെ, ജസ്റ്റ് എടുത്തൊരു ഫ്രാക്ഷൻ പോലെ എഴുതുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച മാതിരി സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച ടിയറോ അതേപോലെ തന്നെ ഇക്വേഷൻസോ ഒന്നും നമുക്കിവിടെ ഓർപ്പിക്കുന്ന കാര്യമില്ല. വലിയ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ഒരു ബുദ്ധി, സാധാരണ വലിയ ലെവലിലുള്ള ബുദ്ധിയൊന്നും വേണ്ടതില്ല അല്ലേ. ജസ്റ്റ് സാമാന്യ ബുദ്ധി ആലോചിച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുടെ വേഗത്തിൽ കിട്ടും. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ, ഒരു കറുപ്പ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്ര കറുപ്പ് ബോൾ ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. ഈ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ എന്ന് പറയുന്നത് എന്താണ്? എത്ര വൈറ്റ് ബോൾസ് ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ. എത്ര വൈറ്റ് ബോൾസ് ഉള്ളത്? 4 അല്ലേ. 4 ഡിവൈഡ് ബൈ 10. ഓക്കെ, 4 ഡിവൈഡ് ബൈ 10 ആണ് എന്ത് വൈറ്റ് ബോൾസ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഏത് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് കൂടുതൽ? നിങ്ങളൊരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് കറുപ്പിയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ, വെള്ളയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. എത്രയാണ് സാധ്യത കൂടുതൽ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് നമുക്ക് ജസ്റ്റ് പോയിന്റിലേക്ക് ആക്കാം. 6/10 എന്ന് പറയുമ്പോൾ 0.6 എന്ന് വരും അല്ലേ. 4/10 എന്ന് പറയുമ്പോൾ 0.4 എന്ന് വരും. അപ്പോൾ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് കറുപ്പിയാവാനുള്ള സാധ്യതയാണ് ഇതിൽ കൂടുതൽ, കാരണം കറുപ്പ് ബോൾസ് ആണ് കൂടുതൽ അല്ലേ. അപ്പോൾ നിങ്ങൾ ബോൾ അപ്പോൾ നമ്മൾ ഏതാണ് നമുക്ക് എളുപ്പത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബോൾ ചൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആവാനാണോ സാധ്യത കൂടുതൽ, വൈറ്റ് ആവാനാണോ സാധ്യത കൂടുതൽ? എന്നാൽ ജസ്റ്റ് ഫ്രാക്ഷനെ ഞാൻ ഡെസിമലാക്കാണ്. 6/10 എന്ന് പറയുന്നത് 0.6, 4/10 എന്ന് പറയുന്നത് 0.4 അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത എന്താണ്? ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ 0.6 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് പിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കറുപ്പ് ബോൾ കിട്ടാനാണ് ചാൻസ് കൂടുതൽ. അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. 1-ൽ കൂടുതൽ പ്രോബിലിറ്റി പോവില്ല. ഓക്കെ, ഇവിടെ 2 ഉണ്ട് അല്ലേ. ഈ 0.6 + 0.4 എത്രയാണ്? 1. ഓക്കെ, 1 ടോട്ടലായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള സാധനങ്ങളുടെ എല്ലാം പ്രോബിലിറ്റി കൂട്ടി കഴിഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുന്നത്. ഒരിക്കലും 1-നെ എക്സീഡ് ചെയ്ത് പോവില്ല. ഓക്കെ, പ്രോബിലിറ്റി 0. എന്നാൽ ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, അല്ലാണ്ടുള്ള പ്രോബിലിറ്റി എപ്പോഴും 0-ക്കും 1-നും ഇടയിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ പ്രോബിലിറ്റി. ഈ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ എപ്പോഴും 0-ക്കും 1-നും ഇടയിലായിരിക്കും എടുക്കുക. ഓക്കെ, എവിടെയാണ് വൈറ്റ് ബോൾ 0-ക്കും 1-നും ഇടയിലായിരിക്കും പ്രോബിലിറ്റി ലൈ ചെയ്യുക. ഒരിക്കലും പ്രോബിലിറ്റി 1-ന് മീതെ പോവില്ല. ഓക്കെ, ഇനി എപ്പോഴാണ് ഈ 2 പ്രോബിലിറ്റി കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിലെ ടോട്ടൽ പ്രോബിലിറ്റി കഴിഞ്ഞാൽ 0.6ഉം 0.4ഉം അത് കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 1 കിട്ടാം. അത് ഏത് ക്വസ്റ്റ്യൻ ആയാലും ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കും. ഇൻഡിവിജ്വൽ പ്രോബിലിറ്റി ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി എപ്പോഴും 0-ൻ്റെ 1-ൻ്റെ ഇടയിലായിരിക്കും ചെയ്യും. ഓക്കെ, 1-ന് മീതെ ഒരു പ്രോബിലിറ്റി പോവില്ല. നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ
ഒന്നിനും ഏതൊരു പ്രോബിലിറ്റി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാണ്. എവിടെയെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. ഒരിക്കലും ടോട്ടൽ പ്രോബിലിറ്റി 1ന് മേലെ പോവില്ല. ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രോബിലിറ്റി ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോബിലിറ്റി 0നും 1നും ഇടയിലായിരിക്കും ചെയ്യും. ഓക്കെ. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഓർത്തിരിക്കാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് there are 3 red balls and 7 green balls in a bag. 8 red and 7 green balls in another. What is the probability of getting a red ball from the first bag and then a red ball from the second bag? If all the balls are put together in a single bag, what is the probability of getting a red ball from it? Question മനസ്സിലായി കാണും. ഇവിടെ നമുക്ക് 2 ബാഗിൽ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം. ഫസ്റ്റ് ബാഗിൽ ഓക്കെ ഫസ്റ്റ് ബാഗിലുള്ളത് എന്താണ്? ഫസ്റ്റ് ബാഗിലുള്ളത് 3 റെഡ് ബോൾസ് 7 ഗ്രീൻ ബോൾസ് അല്ലേ. ഇനി സെക്കൻഡ് ബാഗിലുള്ളത് എന്താണ്? സെക്കൻഡ് ബാഗിലുള്ളത് 8 റെഡ് ബോൾസ് 7 ഗ്രീൻ ബോൾസ്. First question എന്ന് പറയുന്നത് what is the probability of getting a red ball from the first bag? ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഓക്കെ. ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ബാഗിന്റെ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ബാഗിൽ ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? ഓക്കെ. ടോട്ടൽ ബോൾസ് ഇൻ ഫസ്റ്റ് ബാഗ് ആദ്യത്തെ ബാഗിൽ എത്ര ബോൾസ് ഉണ്ട്? 3 + 7 = 10. ഓക്കെ. 3 + 7 10 ബോൾസ് ആണ് ആദ്യത്തെ ബാഗിലുള്ളത്. ടോട്ടൽ ബോൾസ് ഇൻ സെക്കൻഡ് ബാഗ് രണ്ടാമത്തെ ബാഗിൽ എത്ര ബോൾസ് ഉണ്ട് മൊത്തം? 8 + 7 അല്ലേ 15 ബോൾസ് ആണ് രണ്ടാമത്തെ ബാഗിലുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളോട് ചോദ്യം പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ ഫ്രം ഫസ്റ്റ് ബാഗ് എന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാഗിൽ മാത്രം കാര്യം നോക്കിയാൽ മതി. വെറും റെഡ് ബോളിന്റെ പ്രോബിലിറ്റി അല്ല ചോദിച്ചാൽ ഫസ്റ്റ് ബാഗിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യാനൊന്നും പോകരുത്. ഫസ്റ്റ് ബാഗിൽ മാത്രം നോക്കുക. ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ബാഗിൽ എത്ര റെഡ് ബോൾ ഉണ്ട്? 3 റെഡ് ബോൾ ഉണ്ട് അല്ലേ. 3 ഫസ്റ്റ് ബാഗിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബോൾ എത്രയാണ്? 3 + 7 10. അപ്പോൾ ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 3/10 ആണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് probability of getting a red ball from second bag അല്ലേ. സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എന്നാണ് ചോദ്യം. അപ്പോൾ സെക്കൻഡ് ബാഗിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ. സെക്കൻഡ് ബാഗിൽ എത്ര റെഡ് ബോൾ ഉണ്ട്? സെക്കൻഡ് ബാഗിൽ 8 റെഡ് ബോളാണ് ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ് സെക്കൻഡ് ബാഗിൽ? 15. 15ന് 8 ആണ്. എന്ത് 8/15 ആണ് ഇതിന്റെ പ്രോബിലിറ്റി. റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 8/15 ആണ്. ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/10 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോബിലിറ്റി രണ്ടെണ്ണത്തിനെ കണ്ടു. ഓക്കെ. ഇനി നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇഫ് ഓൾ ദ ബോൾസ് ആർ പുട്ട് ടുഗെദർ ഇൻ എ സിംഗിൾ ബാഗ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ഇറ്റ്? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ബോളൊക്കെ ഒറ്റ ബാഗിലേക്ക് ആക്കി മാറ്റി. ഫസ്റ്റ് ബാഗിലെ സെക്കൻഡ് ബാഗിലെ ബോളൊക്കെ എന്ത് ചെയ്തു? ഒറ്റ ബാഗിലേക്ക് ആക്കി മാറ്റി. ഓക്കെ. ഇപ്പം എന്താണ്? ഇപ്പം നമുക്കുള്ള ബാഗിൽ എന്താണ് ഈ 2 ബാഗിൽ ഒരുമിച്ചുള്ള ബോൾസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്പറുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ എത്ര റെഡ് ബോൾസ് ഉണ്ടാവും? ആ മൂന്നാമതുള്ള ബാഗിൽ 8 + 3 റെഡ് ബോൾസും ഉണ്ടാവും. 7 + 7 ഗ്രീൻ ബോൾസും ഉണ്ടാവും അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയായിരിക്കും? 10 + 15 25 ബോൾസും ഉണ്ടാവും. ആ 25 ബോൾസിൽ നിന്ന് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യതയാണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം. അപ്പം ഇത് കഴിഞ്ഞു കേട്ടോ. നമ്മളെന്താ ചെയ്തത്? ഈ 2 ബാഗിലെയും ബോൾസുകൾ ഒരുമിച്ചിട്ടു അല്ലേ. അപ്പോൾ ഒരുമിച്ചിട്ട് കഴിയുമ്പോൾ മൊത്തം എത്ര ബോൾസ് വരും? 8 + 3 എന്താണ്? 11 റെഡ് ബോൾസ് വരും അല്ലേ. 11 റെഡ് ബോൾസ് വരും. എന്താണ്? ഫസ്റ്റ് ബാഗ് പ്ലസ് സെക്കൻഡ് ബാഗ് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ചിട്ടേക്കാം. രണ്ടും കൂടി ഒരുമിച്ച് ഒരു ബാഗിലിട്ടു. അപ്പോൾ 11 റെഡ് ബോൾസും വരും. എന്ത് വരുന്നു? 7 + 7 14 ഗ്രീൻ ബോൾസും വരും.
രണ്ട് ബാഗിലും കൂടി ബോൾസ് ഒരുമിച്ചായി കഴിഞ്ഞാൽ 8+3 11 റെഡ് ബോൾസും 14 ഗ്രീൻ ബോൾസും കിട്ടി. ഓക്കെ, ഇതിന്ന് ഈ തേർഡ് ബാഗിൽ ഈ രണ്ടും കൂടി കൂട്ടിയ ബാഗിൽ നിന്ന് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യതയാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ കേട്ടാം? പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്ന് പറയുന്നത് 11 ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് ആ ബാഗിൽ എത്ര ബോൾസ് ഉണ്ട് ടോട്ടൽ? 11+14. 11+14 എത്രയാണ്? 11+14 25. 11/25 ആണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 11/25 ആണ്. ഓക്കെ, മനസ്സിലായി ആയിരുന്നു. ഫസ്റ്റ് ബാഗിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബാഗിന്റെ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. 3/10 ആയിരുന്നു ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. സെക്കൻഡ് ബാഗിൽ നിന്നാണെങ്കിൽ സെക്കൻഡ് ബാഗിലെ കാര്യം മാത്രം നോക്കുക. 8/15 ആയിരുന്നു അതിന്റെ പ്രോബിലിറ്റി. നമ്മളോട് പറഞ്ഞു രണ്ട് ബാഗുകൾ ഒരുമിച്ചാക്കി അല്ലേ? രണ്ട് ബാഗുകൾ ഒരുമിച്ചാക്കി എന്ന് പറയുമ്പോൾ എന്താ? ആ ബാഗിൽ ഇപ്പൊ എന്താണ്? രണ്ട് ബാഗ് ഒരുമിച്ചാക്കി കഴിയുമ്പോൾ 8+3 11 റെഡ് ബോളും ഉണ്ട്. 7+7 14 ഗ്രീൻ ബോളും ആ ബാഗിൽ നിന്ന്. ആ ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യതയാണ് ചോദ്യം. അപ്പൊ അങ്ങനെ ഒരു ബാഗിൽ നിന്ന് റെഡ് ബോളുകളുടെ എണ്ണം എത്രയാണ്? 11 മൊത്തം എത്ര ബോൾസ് ഉണ്ട്? 11+14 25. 11/25 ആയിരിക്കും. മൊത്തം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. ഓക്കെ, നിങ്ങൾ ഇത്ര എഴുതുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി കണ്ടിട്ട് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ജസ്റ്റ് അങ്ങനെ നമ്പേഴ്സിൻ്റെ കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നമുക്ക് ഇനി ഇതേപോലെ തന്നെ പ്രോബ്ലംസ് ആണ് ഉള്ളത്. എളുപ്പമാണ് പ്രോബ്ലംസ് ഒക്കെ. നമുക്കിപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.